എല്ലാവർക്കും മെമ്മറി കാസ്കറ്റിലേക്ക് സ്വാഗതം. ഞാൻ സുഭാഷ് സുകുമാർ ടീച്ചർ. മെമ്മറി കാസ്കറ്റ് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമുകളാണ്. അതിന്റെ ഭാഗമായി നടത്തിവരുന്ന മാത്സ് മാജിക് അക്കാദമി ആൻഡ് ഡ്രീം മാട്രിക്സിന്റെ 10 ഡേയ്സ് വീഡിയോ ചലഞ്ചിന്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്ന ഫിംഗർ മാത്സിന്റെ നമ്മളുടെ വിരലുകൾ കൊണ്ടുള്ള കണക്കുകൾ 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ നമ്മളുടെ കൈവിരലുകൾ വെച്ച് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എങ്ങനെയാണ് നമ്മളുടെ ഫിംഗറുകൾ എടുത്ത് കണക്ക് കൂട്ടുക എന്നുള്ളതല്ല, അത് എണ്ണുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് നമ്മളുടെ ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് കണക്ക് കൂട്ടുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ ബേസിക്കായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ പറഞ്ഞു നമ്മുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 1 മുതൽ അല്ലെങ്കിൽ 0 മുതൽ 9 വരെയാണ്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 10 മുതൽ 90 വരെയാണ്. ഓക്കെ, അറിയാലല്ലേ? നമ്മൾ അതിന് പറഞ്ഞു 1, 2, 3, 4, 5, 6, 7, 8, 9. അതുപോലെ തന്നെ 10, 20, 30, 40, 50, 60, 70, 80, 90. ഓക്കെ, അപ്പോൾ 99 വരെയുള്ള സംഖ്യകൾ നമുക്ക് നമ്മളുടെ 2 കൈകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഈസിയായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ സംഖ്യകൾ തമ്മിൽ നമുക്ക് വിരലുകൾ വെച്ച് കൂട്ടാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ 1+1 അല്ലെങ്കിൽ 1+1 എന്ന് പറയുന്നത് നമ്മളെപ്പോഴും 1+1 എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ ആദ്യം 1 എടുക്കുക. ഓക്കെ, ആദ്യം നമ്മൾ 1 എടുക്കുക. 1 എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 കൂടി കൂട്ടുക, അടുത്ത വിരലും കൂടി കൂട്ടുക. അപ്പോൾ 2. 1+1 എന്ന് പറയുന്നത് 2ആണ്. 1 അധികം അടുത്ത വിരലും കൂടി നമ്മൾ 1, അതിൻ്റെ അടുത്ത സംഖ്യ എന്ന് നോക്കുക 1. അപ്പോൾ എന്നിട്ട് നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ 2. ഓക്കെ, തുടക്കം ആണ്. അപ്പോൾ അടുത്തത് നമുക്ക് 1+2 എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1 എടുക്കുക, അതിൻ്റെ കൂടെ പിന്നെ എന്ത് ചെയ്യണം? 2 എടുക്കണം. അപ്പോൾ 1 നമ്മൾ എടുത്തു കഴിഞ്ഞെങ്കിൽ ആദ്യത്തെ നമ്മുടെ സംഖ്യ 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ആദ്യം എടുത്ത 1 നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടേക്കുക. എന്നിട്ട് അടുത്തത് എന്താണ്? 1+2ആണ്. അപ്പോൾ നമ്മൾ 1 എടുത്തതിന് ശേഷം പിന്നെ അടുത്ത സംഖ്യ വരുന്നത് 2ആണ്, അല്ലേ? 1+2 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പിന്നെ 1 നമ്മൾ ഈ ഫസ്റ്റ് എടുത്ത 1 എന്ന് പറയുന്ന ഒന്നാമത്തെ വിരൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്തത് വീണ്ടും നമ്മൾ 1, 2 വിരലും കൂടി ഉയർത്തിയപ്പോൾ ആൻസർ 3 ആയി, ആൻസർ 3 ആയി. ഓക്കെ, നമ്മൾ പറഞ്ഞു 1+2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 1 എടുക്കുക, അതിനുശേഷം +2 രണ്ടും കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1, 2. അപ്പോൾ ടോട്ടലി ആൻസർ വരുന്നത് നമ്മുടെ 3 വിരലുകളാണ്. അപ്പോൾ ഇത് 3 ആണ്. ഓക്കെ, ഞാനത് തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. നമുക്ക് തന്നെ 1+3 എടുക്കാം, 1+3 എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ 1 എടുക്കുക, അതിനുശേഷം പിന്നെ വരുന്നത് 3 ആണ്. 1+3 ആണ്, 1+3 ആണ്. അപ്പോൾ ആദ്യം വരുന്ന 1 എടുത്തതിന് ശേഷം പ്ലസിന് വേണ്ടി നമ്മൾ അടുത്ത 3 എടുക്കുകയാണ്. അപ്പോൾ 1, 2, 3. അപ്പോൾ ആൻസർ 4ആണ്. 4 വിരലാണ് വന്നിരിക്കുന്നത്, 4ആണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 1+3 ആണ്, 1+3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന 1 ആണ്, അതുകൊണ്ട് നമ്മൾ 1 എടുത്തു. അതിനുശേഷം എന്താണ്? പിന്നെ നമുക്ക് കൂട്ടേണ്ടത് 3 ആണ്. അപ്പോൾ ഈ 1 എടുത്തതിന് ശേഷം പിന്നെ ആ 1 നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചേക്കുക. അടുത്തത് ആഡ് ചെയ്യാനുള്ളത്, പ്ലസ് ചെയ്യാനുള്ളത്, കൂട്ടാനുള്ളത് സംഖ്യകൾ എത്രയാണോ അത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1, 2, 3. അപ്പോൾ ആദ്യം നമ്മൾ 1 എടുത്തു, അതിനുശേഷം
പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് കൂട്ടേണ്ടത് 3 ആണ്. അപ്പോൾ 1, 2, 3 ടോട്ടലി ആൻസർ 4 ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 5ലേക്ക് പോവാം. 5 ആൻസർ വരുമ്പോഴുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ 5ൻ്റെ വിലയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എണ്ണി വരുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എണ്ണുമ്പോൾ നമ്മൾ ഇതിൻ്റെ വില 5 ആണ്, പക്ഷേ നമുക്കിത് കൂട്ടി വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം 1 + 4 എടുക്കാം. 1 + 4. ഓക്കെ, 1 + 4. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 1 എടുത്തു, പിന്നെ അടുത്ത പ്ലസ് ആണ്. അപ്പോൾ 1 എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ വിരൽ പിന്നെ നമ്മൾ എണ്ണാൻ നിൽക്കരുത്, പിന്നെ 4 ആണ് വരുന്നത്. അപ്പോൾ 1, 2, 3, അത് കഴിഞ്ഞാൽ ഇത് നോക്കുന്ന 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കണം, 4 എന്ന് പറഞ്ഞിട്ടില്ല ഇത് നോക്കണം. ഓക്കെ, 4. അപ്പോൾ എന്നിട്ട് ഇത് നോക്കുന്ന സമയത്ത് ഇത് ഈ വിരലുകൾ മടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ 5 ആണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒന്നും കൂടി പറയാം. 1 + 4 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 1 എടുക്കുന്നു, നമ്മൾ 1 എടുക്കുന്നു. 1 എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 4 ആണ്, 4 ആണ് നമുക്ക് കൂട്ടേണ്ടത്. അപ്പോൾ 1, 2, 3, അടുത്ത 4. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 5 ആണ്, 5 ആണ്. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. 1 + 5 എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 1 + 5 അല്ലെങ്കിൽ 1 + 5. അപ്പോൾ നമ്മൾ ആദ്യം 1 എടുക്കുന്നു. 1 എടുത്തതിന് ശേഷം നമുക്ക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, പിന്നെ കുറച്ച് പഠിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഐഡിയകൾ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ 1 എടുത്തതിന് ശേഷം പിന്നെ പ്ലസ് എന്താണ് 5 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ 1, 2, 3, 4, 5 ആൻസർ 6 ആണ്. ഓക്കെ, അത് കുറച്ചും കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ 5 ആണ് കൂട്ടാനുള്ളെങ്കിൽ, 1ൻ്റെ കൂടെ 5 ആണ് കൂട്ടാനുള്ളെങ്കിൽ ഈ 5 മാത്രം അങ്ങോട്ട് ഉയർത്തിയാൽ മതിയാവും, 5 ആണെങ്കിൽ. ഓക്കെ, 5ന് മേലിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഈസി ആവും. പക്ഷെ ഇപ്പം തൽക്കാലം നമുക്കിങ്ങനെ ഒരു വിരൽ വെച്ച് അതിൻ്റെ ഒരു പ്രാക്ടീസിലേക്ക് എത്തുന്നതിന് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ 1 അധികം നമുക്ക് 6 എടുക്കാം. ഓക്കെ, 1 അധികം 6. അപ്പോൾ 1 + 6 എടുക്കുകയാണെങ്കിൽ ആദ്യം 1 എടുക്കുക, അതിനുശേഷം 1, 2, 3, 4, 5, 6. അപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത് 7 ആണ്. ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ സ്പീഡിന് പോവുകയാണ്. അടുത്തത് 1 അധികം 7. 1 അധികം 7 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 ആദ്യം നമ്മൾ എടുത്തു, അതിൻ്റെ കൂടെ 7 കൂടെ കൂട്ടണം. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ കിട്ടിയത് 8 ആണ് കിട്ടിയത് ആൻസർ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത നമുക്ക് 1ൻ്റെ തന്നെ ഒന്നിൽ എടുക്കാം. നമുക്ക് 1 + 8 നോക്കാം. അതായത് 1ൻ്റെ കൂടെ 8 എങ്ങനെ ആഡ് ചെയ്യുന്ന നോക്കാം. ആദ്യം നമ്മൾ 1 എടുക്കുന്നു, അതിനുശേഷം ആ 1 എടുത്തതങ്ങ് മറന്നേക്കണം. അടുത്ത നമ്മൾ 1 തന്നെ എണ്ണണം. 1 അല്ല, ഇങ്ങനെ നോക്കുമ്പോൾ 2 ആണ്, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പാടില്ല. ആദ്യം നമ്മൾ 1 എടുത്തു, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനാണ് പഠിക്കുന്നത്, എണ്ണാനല്ല നമ്മൾ പഠിക്കുന്നത്. 1 എടുത്തു, അപ്പോൾ അതിൻ്റെ കൂടെ ഇനി നമുക്ക് 8 ആണ് എടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും 1 എടുത്തതിന് ശേഷം 1 + ആണ്. അപ്പോൾ 1 കഴിഞ്ഞാൽ പിന്നെ +8 ആണ് വരേണ്ടത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. ഇതിൻ്റെ ടോട്ടലി ആൻസർ നോക്കുമ്പോൾ 9. ടോട്ടലി ആൻസർ 9 ആണ് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലാക്കി നമുക്ക് കുറച്ച് ഫസ്റ്റ് സംഖ്യ, കുറച്ച് വലിയ സംഖ്യകൾ തന്നെ നമ്മൾ നോക്കാം. 3 + 4. 3 അധികം 4. 3 + 4. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് 3 ആണ്. 1, 2, 3. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എത്രയാണോ അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്, പ്ലസ് ചെയ്യേണ്ടത്, കൂട്ടേണ്ടത് 4 ആണ്. ഓക്കെ, അപ്പോൾ 3 അധികം 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 3 എടുക്കുക, 3 എടുത്തതിന് ശേഷം ഇനി 4 കൂട്ടണം അതിൻ്റെ കൂടെ. അത് 1, 2, 3, 4. അപ്പോൾ ആൻസർ എത്രയാണ്? 7 ആണ്. ഓക്കെ, പിടികിട്ടിയോ? അടുത്ത നമുക്കൊന്ന് നോക്കാം. 4 + 4.
4 അധികം 4, 4ൻ്റെ കൂടെ 4 കൂട്ടുക എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ 4 എടുക്കുക, 4 എടുത്തതിന് ശേഷം പിന്നെ ആഡ് ചെയ്യേണ്ടത് 4ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ 4ആണ് കൂട്ടേണ്ടത്. അപ്പോൾ ഇനി ഇതാണ് എടുക്കാനുള്ളത്. ഇത് 5ൻ്റെ നമ്മൾ എണ്ണിൽ നിന്ന് 5 ആണെങ്കിൽ നമ്മൾ കൂട്ടു വരുമ്പോൾ ഇത് 1 തന്നെ എടുക്കണം. ഓക്കെ, കൂട്ടാൻ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ആദ്യം നമ്മൾ 4 എടുത്തു. 4 പ്ലസ് 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 4 എടുത്തു, അതിൻ്റെ കൂടെ 4 എടുത്തതിന് ശേഷം പിന്നെ ആ 4 എടുത്തത് മറന്നേക്കുക, ഈ വിരൽ ഇങ്ങനെ തന്നെ വയ്ക്കുക. അതിനുശേഷം 4 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 1 2 3 4 ആൻസർ എത്രയായി? 8 ആയി. ഓക്കെ, അതുപോലെ തന്നെ 3 പ്ലസ് 6, 3 പ്ലസ് 6. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 3 എടുക്കുക, എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യണം. 1 2 3 4 5 6 ആൻസർ എത്രയാണ്? 9 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.